ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നമ്മൾ ഇടയ്ക്കിടെ കോട്ടുവായി ഇടാറുണ്ട്. ദിവസത്തിൽ പലതവണ കോട്ടുവായി ഇടുന്നവരുമുണ്ട്. ആരെങ്കിലും ഒന്ന് കോട്ടുവായി ഇടുന്നത് കണ്ടാൽ നമുക്ക് ഒരെണ്ണം വരും. പക്ഷേ കോട്ടുവ ചിലർക്ക് പണി തരും. ട്രെയിൻ യാത്രക്കിടെ കോട്ടുവായി ഇട്ടതിന് ശേഷം വായടയ്ക്കാൻ പറ്റാതായ ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായ ചികിത്സ കിട്ടിയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ആ സംഭവം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം. ഇങ്ങനെ അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കാണുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും പേടിയാവുന്നുണ്ട്. കാരണം നമ്മളൊക്കെ കോട്ടുവായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണല്ലോ കോട്ടുവായി ഇടുന്നത്. അത് അടയ്ക്കാൻ പറ്റാതിരുന്നാൽ നമ്മളാണിപ്പോൾ യുവാവിൻ്റെ സ്ഥാനത്തെങ്കിൽ എത്ര പേടിയായിട്ടുണ്ടാകും. കൃത്യസമയത്ത് അവിടെ ഡോക്ടർ എത്തുകയും അവിടെ ചികിത്സ ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഒരുപക്ഷേ കാര്യങ്ങൾ മാറിയേനെ. ഗോകുൽ VS ചേരുന്നുണ്ട് തത്സമയം. ഗോകുൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോഴാ യുവാവിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഈ കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗഡിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ഈ ചെറുപ്പക്കാരനും യാത്ര ചെയ്തിരുന്നത്. ഇതിനിടയിൽ പാലക്കാട് ജംഗ്ഷനിലെത്തിയപ്പോൾ കോട്ടുവായി ഇട്ടതാണ്. ആ കോട്ടുവായി ഇട്ടപ്പോൾ ഈ താടിയലുകൾ സ്തംഭിക്കുന്ന ഒരു അവസ്ഥ അയാൾക്ക് വരികയുണ്ടായി. അങ്ങനെ അയാൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തി. ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവിടുത്തെ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ജിതിൻ ആ സമയത്തും പുലർച്ചെ 2 മണിക്കും അവിടെ എത്തി ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ആർക്ക് വേണമെങ്കിലും വരാവുന്ന, എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ്. താടിയലുകൾ ഇങ്ങനെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ. ഒരുപക്ഷെ നമ്മൾ കോട്ടുവായി ഇടുമ്പോഴോ അല്ലെങ്കിൽ ബർഗർ പോലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. ഇങ്ങനെ അവസ്ഥ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ്. ഇവിടെ വളരെ പുലർച്ചെ 2:30ക്കും ആ മെഡിക്കൽ ഓഫീസർ അവിടെ എത്തി ആ പ്രശ്നം പരിഹരിക്കാൻ ആ ചെറുപ്പക്കാരനൊപ്പം നിന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. അത് നമുക്ക് പലപ്പോഴും നമ്മൾക്കിടയിലും ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെ ഈ അവസ്ഥയിലൂടെ ഒരുപക്ഷെ കടന്നുപോയവരാകാം. ചിലർക്കത് താടിയിലൊന്ന് ബലമായി പിടിച്ച് ശരിയാക്കിയിട്ടാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാം. ഇവിടെ അങ്ങനെയാണ് ഉണ്ടായത്. അയാൾ ആ ട്രെയിനിൽ തന്നെ പിന്നീട് യാത്ര തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതല്ലാത്ത ചിലർക്ക് ഇത് വളരെ ഗുരുതരമായ വേദന ഉണ്ടാക്കും. അവർക്ക് ഇഞ്ചക്ഷനൊക്കെ നൽകി പിന്നീട് ഇത് ശരിയാക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി വിദഗ്ധ സേവനമൊക്കെ ആവശ്യമായി വരും. ഏതായാലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പലർക്കും ഇത് ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഭയപ്പെടും. കാരണം പെട്ടെന്നൊരു കോട്ടുവായിട്ടതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ആഹാരം, ബർഗർ പോലെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചതായിരിക്കാം. അപ്പോഴിങ്ങനെ വന്നു എന്നുള്ള ഓർത്ത് പലരും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അത് ഭയപ്പെടേണ്ട, ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടിയാൽ മതി, അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ടത് ആ ഡോക്ടറുടെ ഒരു സേവനം കൂടിയാണ്.